ഈ മത്സരം ആരംഭിക്കുകയാണ്. ഈ മത്സരത്തിൻ്റെ തത്സമയ കളി വിവരണവുമായി ഞാൻ സി അഭിലാഷ്. ഇരു ടീമുകളും കഴിഞ്ഞ കേരള പ്രീമിയർ ലീഗിലെ ചാമ്പ്യൻസ് ആണ്. നല്ലൊരു പൊസിഷൻ ഗെയിം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനൊത്ത ഡിഫെൻഡിങ്ങും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അഫ്ദാൽ ആൻഡ് അമൻ ഒരു ചാൻസിന് വേണ്ടി ഇപ്പോഴും നോക്കുകയാണ്. ഡിഫൻസ് പൊട്ടിച്ചകത്ത് കയറാനുള്ളൊരു ശ്രമമാണ് അവിടെ ഗോകുലം കേരള എഫ് സി നടത്തുന്നത്. ആൻഡ് അഫ്ദാൽ ഒരു പവർഫുൾ ഷോട്ട്, ഫാസ്റ്റ് ടൈം തന്നെ ഒരു ഹെഡറിലൂടെ ഗോൾ കണ്ടെത്തുകയാണ് അവിടെ. മത്സരത്തിൻ്റെ 8ാമത്തെ മിനിറ്റിൽ ഗോകുലം കേരള എഫ് സി അവരുടെ ആദ്യ ഗോൾ കണ്ടെത്തുന്നു. ജേഴ്സി നമ്പർ 28 സുഹൈലിലൂടെ. കേരള എഫ് സിയുടെ കാലുകളിൽ തന്നെയാണ് ഇപ്പോഴും പന്ത്. നല്ലൊരു ചാൻസ് ഉണ്ട്, ഒരു ഫാസ്റ്റ് ടൈം ഷോട്ട് ആൻഡ് രക്ഷപ്പെടുന്നു ഇത്തവണ കേരള യുണൈറ്റഡ്. ഒരു പവർഫുൾ ഷോട്ടാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. രാഹുൽ രാജുവിൻ്റെ നല്ലൊരു ബോളാണ്, നല്ലൊരു ഓവർഹെഡ് ബോളാണ് അവിടെ ജേഴ്സി നമ്പർ 72 നൽകിയത് വസീമിലേക്ക്. ഗോവൻ സ്വദേശിയാണ് വസീം. കീപ്പർ രക്ഷപ്പെടുത്തിയതോടെ ഈ മത്സരത്തിൻ്റെ ഗോൾ സ്കോറും കൂടെയാണ്. അവിടെ നേരെ അമനിലേക്ക്. അമൻ ആൻഡ് രാഹുൽ രാജു ഒരു കട്ട് ചെയ്ത് അകത്ത് കയറാനുള്ള ശ്രമമുണ്ട്. അവിടെ സുഹൈലിൻ്റെ ഒരു ക്രോസ് ഇത്തവണയും ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തുകയാണ്. കോർണർ കിക്കിലോട്ട് വഴി തിരിച്ചു വിടുകയാണ് ഈ ഒരു അവസരത്തിൽ. രണ്ട് ടീമുകളും മികച്ച രീതിയിൽ ആക്രമിച്ച് കളിക്കുകയാണ്. നോക്കുക, ഒരു സൈഡിൽ കോർണർ കിക്ക് കിട്ടുമെങ്കിൽ അടുത്ത സൈഡിൽ കോർണർ കിക്ക് കിട്ടിയിരിക്കും. അങ്ങനെയാണ് ഈ മത്സരത്തിൻ്റെ ഗതി. ഇരു ടീമുകളും ഈക്വലൈസിങ് താരമാണ് ഗോകുലം കേരള എഫ് സിയുടെ രാഹുൽ രാജു. ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമമുണ്ട്. ഒരു കട്ട് ബാക്ക്, രക്ഷപ്പെടുന്നു. ഗോൾ കിക്കായി മാത്രം മാറുകയാണ് ഈ ഒരു അവസരത്തിൽ. കേരള യുണൈറ്റഡിനെ സംബന്ധിച്ച് ഒരു ഗോൾ കൂടെ കൺസീഡ് ചെയ്യേണ്ടി വന്നാൽ ഒരുപാട് ആശങ്ക ഉളവാക്കും അവരുടെ മൈൻഡിൽ. അതുകൊണ്ട് തന്നെ ഗോളുകൾ കുറയ്ക്കാൻ കേരള യുണൈറ്റഡിൻ്റെ ഡിഫൻഡേഴ്സൊക്കെ ശ്രമിക്കും. നല്ല രീതിയിലുള്ള കട്ട് ബാക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആയിരുന്നു അബിൻ SLKയിൽ ആൻഡ് സെയിലോയിലേക്ക്. സെയിലോ, തുഫൈൽ ആൻഡ് ചെറിയ രീതിയിലാണ് പന്ത് പുറത്തേക്ക് പോകുന്നതും. നല്ലൊരു ഷോട്ടായിരുന്നു തുഫൈലിൻ്റെ. നോക്കുക, തുഫൈൽ ഫ്രീ ആയിരുന്നു ഈ ഒരു അവസരത്തിൽ. പക്ഷേ 2 ഡിഫൻഡർമാരുണ്ടായിരുന്നെങ്കിൽ ആ 2 ഡിഫൻഡർമാർ വളരെ ക്ലോസ് ആയിരുന്നു. ആൻഡ് അബിൻ ആൻ്റണി, അബിൻ ആൻഡ് ക്രൈഗ് ഒരു പാസ് കൊടുക്കാനുള്ള ശ്രമം, പക്ഷേ വിഫലമായി പോവുകയാണ്. ഗോൾ കീപ്പർ കൈപ്പിടിയിലതിക്കൊണ്ട് അപകടം മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു കട്ട് ബാക്ക് കൊടുക്കാമായിരുന്നു ക്രൈഗിന്, അല്ലെങ്കിൽ അബിൻ ആൻ്റണിക്ക് അവിടെ നിന്ന് ഒരു ഷോട്ട് എടുക്കാമായിരുന്നു. അബിൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോട്ട് എടുക്കണമായിരുന്നു. ഈ ഗെയിംസ് കളിച്ച താരം കൂടിയാണ് ബിബിൻ. ആൻഡ് രാഹുൽ രാജു, രാഹുൽ ഇത്തവണ കൃത്യമായി ഇടപെടുകയാണ്. ഒരു ഫൗൾ വിസിൽ വിളിക്കപ്പെടുകയാണ് പെനാൾട്ടി ആർക്കിന് തൊട്ട് മുന്നിൽ വെച്ച്. രാഹുൽ രാജു നല്ല രീതിയിലുള്ള ട്രിബിളിംഗ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ക്രൈഗ് സമീപത്തായി ചെറിയ രീതിയിലുള്ള ചാർജിങ് നടത്തുന്നു. അതോടൊപ്പം തന്നെ സംഗീതം ചെറിയ രീതിയിലുള്ള ആൻഡ് ഗോൾ കീപ്പറുടെ നല്ലൊരു സേവ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സിനാൻ്റെ രാശിയക്കുഴപ്പം അവിടെ ഉണ്ടായിരുന്നെങ്കിലും സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നോക്കുക, പന്ത് നിയന്ത്രിച്ച് നിർത്താനായില്ലെങ്കിലും ഒരു പവർഫുൾ ഷോട്ടാണ് ഗോകുലം കേരള എഫ് സിയുടെ താരത്തിന് എടുക്കാൻ സാധിച്ചതും. അതുവഴി നല്ലൊരു സേവ്. ഇത്തവണ ഗോൾ കീപ്പർ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് അപകടം മാറ്റുകയാണ്. ആൻഡ് സിനാനിൽ നിന്ന് അബിൻ കൃഷ്ണ. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത ഒരു ഗോളിന് ഗോകുലം കേരള എഫ് സി ഈ മത്സരം വിജയിച്ചിരിക്കുന്നു കേരള യുണൈറ്റഡിനെതിരെ.